മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിനെ ചൊല്ലി ആലപ്പുഴ യൂത്ത് കോൺഗ്രസിൽ പോര്. യൂത്ത് കോൺഗ്രസിലെ ചെന്നിത്തല KC വേണുഗോപാൽ ഗ്രൂപ്പുകൾ തമ്മിലാണ് തർക്കം. അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പിരിച്ച 1.25 ലക്ഷം രൂപ കൈമാറാതെ വന്നതോടെയാണ് തർക്കമുണ്ടായത്. സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും സമ്മാനം വിതരണം ചെയ്തില്ല. പിരിവിന് ശേഷം ചെന്നിത്തല ഗ്രൂപ്പിൽപ്പെട്ട മണ്ഡലം പ്രസിഡന്റിനെ മാറ്റിയെന്നും പരാതിയുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ വിദേശത്തായതുകൊണ്ടാണ് സമ്മാന വിതരണം വൈകുന്നതെന്നാണ് വിശദീകരണം. ശരത്ത് SS ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഇപ്പോൾ കാലം കുറയായി, എന്നിട്ടും ഈ സമ്മാനവും വിതരണം ചെയ്തിട്ടില്ല. ഈ പിരിച്ച പണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്തിട്ടുമില്ലേ? സത്യത്തിൽ ഇത് കൊടുത്തില്ല എന്നുള്ളതാണ്. അതായത് ഈ തർക്കം പ്രധാനമായും വരുന്നത്, അതായത് നേരത്തെ യൂത്ത് കോൺഗ്രസ് തരത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായി ഫണ്ട് ശേഖരിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദുരിതാശ്വാസ ഫണ്ട് ആലപ്പുഴ അമ്പലപ്പുഴയിൽ നടന്നു. നറുക്കെടുപ്പിൽ, അതായത് സമ്മാന കൂപ്പൺ വഴിയായിരുന്നു ഇത്തരത്തിൽ ഫണ്ട് ശേഖരം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഈ ശേഖരിച്ച ഫണ്ട് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന തർക്കത്തിന് കാരണം. ഒപ്പം ഈ നറുക്കെടുപ്പ് ഒരു മാസം മുൻപേ നടന്നു. അങ്ങനെ ഭാഗ്യശാലികളൊക്കെ തന്നെ നറുക്കെടുത്ത് തെരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഭാഗ്യശാലികൾക്ക് ഇതുവരെ സമ്മാനങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് സ്കൂട്ടർ, ലാപ്ടോപ്പ്, വാഷിംഗ് മെഷീൻ, മിക്സി എന്നിവയായിരുന്നു സമ്മാനങ്ങളായി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും ഇതുവരെ നൽകിയില്ല എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ എന്തായാലും ആലപ്പുഴയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ തർക്കം വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ KC വേണുഗോപാൽ, ചെന്നിത്തല ഗ്രൂപ്പുകൾ തമ്മിലാണ് തർക്കം. നേരത്തെ ഈ ഫണ്ട് ശേഖരണം നടത്തുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ്. പക്ഷേ പിന്നീട് കുറച്ചു കാലത്തിന് മുമ്പ് അദ്ദേഹത്തെ മാറ്റുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ മാറ്റിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ അത് ഫണ്ട് കൈമാറാൻ വൈകുന്നത് എന്നുള്ളതാണ് ഒരു വിശദീകരണം പറയുന്നത്. ഒപ്പം ഈ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലില്ല, ദുബായിലാണുള്ളത്. അദ്ദേഹം തിരിച്ചു വന്നാൽ നറുക്കെടുപ്പിലൂടെ ലഭിച്ച നറുക്കെടുപ്പ് ഭാഗ്യശാലികൾക്കുള്ള സമ്മാനങ്ങൾ നൽകുമെന്നും വിശദീകരണം പറയുന്നു. പക്ഷേ ഇത് മറച്ചുവെക്കുകയാണ്, ഇത് കൈമാറുന്നില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ വലിയ തർക്കം നടക്കുകയാണ്. ആ തർക്കത്തിലൂടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിഭാഗം